ഇടുക്കി പീരുമേടിന് സമീപത്തെ വനവാസി സ്ത്രീയുടെ മരണം കൊലപാതകം. കാട്ടാനാക്രമണത്തിലൂടെയായിരുന്നു മരണം എന്നതായിരുന്നു വാർത്ത. എന്നാൽ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കാട്ടാനയാക്രമണത്തിൽ വനവാസി സ്ത്രീ സീത മരിച്ചു എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അതിക്രൂരമായ പീഡനം, അതിക്രൂരമായ മർദ്ദനം സീത ഏറ്റുവാങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ നീലിമ, ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് എന്തായാലും നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഈ സീതയുടേത് കാട്ടാനാക്രമണത്തിലല്ല, ഈ ഒരു കൊലപാതകം ആണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ പോലീസും അതുപോലെ തന്നെ വനം വകുപ്പും ആരോഗ്യ ഡോക്ടറും എല്ലാം തന്നെ എത്തിയിട്ടുള്ളത്. ഇതിൽ ഡോക്ടറുടെ നിർണായകമായ ഒരു ഇടപെടൽ ഈ ഒരു മരണം കൊലപാതകമല്ല എന്ന് തെളിയിക്കുന്നതിനായി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഇത്തരത്തിൽ കാട്ടാനാക്രമണത്തിൽ വനവാസി യുവതി കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നത്. ശേഷം വലിയ ഈ ഒരു കാട്ടാനാക്രമണമാണ്. ഈ മേഖലയിൽ സാധാരണ കാട്ടാന ഉള്ളൊരു പ്രദേശമാണ്. കാട്ടാന വനത്തിനുള്ളിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടാനാക്രമണത്തിൽ തന്നെയാണ് ഈ ഒരു മരണം നടന്നത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഫോറസ്റ്റ് ഓഫീസിലേക്കടക്കം പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ആശുപത്രിയിൽ ഡോക്ടർക്ക് പ്രാഥമികമായി തോന്നിയ ചില സംശയങ്ങളാണ് ഇതൊരു കൊലപാതകമാണ്, ഇത് വന്യമൃഗ ആക്രമണമല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ശേഷമാണ് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിൽ അതിന്റെ ഒരു വ്യക്തത വരുന്നത്. പ്രധാനമായും അവർ പറയുന്നത് പ്രകാരം ഈ കാട്ടാനാക്രമണത്തിൻ്റെതായിട്ടുള്ള യാതൊരു സാധ്യതകളും, അതായത് വന്യമൃഗാക്രമണത്തിൻ്റെതായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ അല്ല സീതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവർ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും തലയുടെ ഇരുവശത്തും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതായത് പരുക്കൻ പ്രതലത്തിൽ പിടിച്ച് ഇടിപ്പിച്ച തരത്തിലോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അടി കിട്ടിയ തരത്തിലോ ഉള്ള ഒരു വലിയ രീതിയിലുള്ള പരിക്കുകളാണ് ഈ സീതയുടെ തലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. ഈ തലയിലേറ്റ പരിക്കാണ് ഈ ഒരു മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ തലയുടെ പിന്നിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്. ഈ മുറിവ് ഈ ഒരു പാറയിലേക്കോ അല്ലെങ്കിൽ സമാനമായ കോൺക്രീറ്റ് പ്രതലത്തിലേക്കോ ശക്തമായി വീണതിന്റെ പുറത്തുണ്ടായ മുറിവാണ് ഈ ഒരു തലയുടെ പിൻഭാഗത്തേറ്റ മുറിവ് എന്നുള്ളതാണ് കണ്ടെത്തൽ. കൂടാതെ ഈ സീതയുടെ വാരിയെല്ലുകൾ, അതായത് രണ്ട് വശത്തെയും വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. അത് ഒരു വശത്ത്, അതായത് ഇടതുവശത്തെ 7 വാരിയെല്ലുകളും അതുപോലെ തന്നെ വലതുവശത്തെ 6 വാരിയെല്ലുകളും ഒടിഞ്ഞിട്ടുണ്ട്. ഇതിൽ 3 വാരിയെല്ലുകൾ ശ്വാസകോശത്തിൽ കുത്തിക്കയറുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പരിക്ക് ഗുരുതരമായി ഇത്തരത്തിൽ ഈ ഒരു പരിക്കുണ്ടായതും മരണത്തിനിടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ കണ്ടെത്തൽ. കൂടാതെ നാവിക്ക് തൊഴിയേറ്റതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരത്തിൽ ഗുരുതരമായ ആക്രമണം ഈ സീത വനത്തിനുള്ളിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഭർത്താവ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് ബിനുവും ഭാര്യയും അതുപോലെ തന്നെ 2 കുട്ടികളുമാണ് ഇന്നലെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി വനത്തിലേക്ക് പോയത് എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഇന്നലെ ബിനുവിന്റെ പ്രതികരണം എത്തിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ, അതായത് കാട്ടുപത്രി ശേഖരിക്കുന്നതിന് വേണ്ടി ഉച്ചയ്ക്ക് ശേഷം വനത്തിനുള്ളിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ വെച്ച് പോകുന്ന വഴി പൊടുന്നനെ കാട്ടാനയുടെ മുന്നിൽ പെടുകയും കാട്ടാന ആക്രമിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ബിനു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ബിനുവിന് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ബിനുവിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഈ പരിക്ക് ഗുരുതരമല്ല, അല്ലെങ്കിൽ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചിടുകയായിരുന്നു എന്നുള്ളതാണ് ബിനു പറഞ്ഞിരുന്നത്. പക്ഷേ അത് ആദ്യഘട്ടത്തിൽ പോലീസ് വിശ്വാസത്തിൽ എടുത്തിരുന്നുവെങ്കിൽ പോലും ഇയാളുടെ പരിക്ക് ഈ ഒരു കാട്ടാനാക്രമണത്തിലേറ്റ പോലത്തെ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് വിശദമായ പരിശോധന നടത്തുകയും ഇയാൾക്ക് ഇത്തരത്തിൽ ഉള്ള പരിക്കുകൾ, അതായത് ഒരു കാട്ടാന ആക്രമിച്ചതിൻ്റെതായ തരത്തിലോ അല്ലെങ്കിൽ ഈ തുമ്പിക്കൈ കൊണ്ടുള്ള ക്ഷതമോ അത്തരത്തിലുള്ള ഒരു ക്ഷതങ്ങളൊന്നും തന്നെ ശരീരത്തില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് ഒരു വിശദമായ പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് തീരുമാനിക്കുന്നത്. മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഇതിൽ പ്രധാന ഘടകമായിട്ടുണ്ട്. ഇതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ ഈ ബിനുവിനോട് സംസാരിക്കുമ്പോഴും ഇത്തരത്തിൽ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. ആദ്യം സീതയെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചിട്ടു, ശേഷം തന്നെ അടിച്ചിട്ടു. സീതയെ അതിനുശേഷം രക്ഷിക്കാൻ പോകുന്നതിനിടെ തിരിഞ്ഞ കാട്ടാന സീതയെ ചവിട്ടുകയായിരുന്നു എന്നുള്ള മൊഴി തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരം തന്നെയാണ് ഈ ബിനു ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ നമ്മൾ ബിനുവിനോട് സംസാരിക്കുമ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനുശേഷം നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഡോക്ടർ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇത്തരത്തിൽ ശരീരമാസകലം, അതായത് തല മുതൽ അര വരെ വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, തലയ്ക്ക് ക്ഷതമുണ്ട്, തലയുടെ പിന്നിൽ മുറിവുണ്ട്, കൈക്ക് ചെറിയ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. പ്രധാനമായും തലയുടെ ഒരു വശത്ത് പിടിച്ച് മറുവശത്തേക്ക് ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ക്ഷതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് 2 കൈ ഉപയോഗിച്ചും ഈ പരിക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് സമാനമായ പരിക്കുകൾ 2 വശത്തുമുണ്ട്. ഒരു പരിക്കൻ മരത്തിൽ ഇടിപ്പിച്ചതാകാമെന്നുള്ളൊരു നിഗമനമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത്യന്തം
ദാരുണമായ ഒരു കൊലപാതകമാണ്, കാട്ടാനാക്രമണമല്ല, ദാരുണമായ മൃഗീയമായ ഒരു കൊലപാതകമാണ് ഈ ഒരു പ്ലാക്കത്തറത്ത് നടന്നിട്ടുള്ളത്, ഈ വനത്തിനുള്ളിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് നിലവിലെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കസ്റ്റഡിയിലെത്തുള്ള ബിനുവിനെ കൃത്യമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്ത് അല്ലെങ്കിൽ കാര്യം എന്ത് എന്നടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തതയുണ്ടാകും. മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായുണ്ട്. ആ പരിശോധനകളെല്ലാം തന്നെ നടത്താൻ ഈ ബിനുവിനെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിനുവേണ്ട നടപടികളിലേക്ക് നിലവിൽ ഇപ്പോൾ പോലീസ് കടക്കും. എന്തായാലും അല്പസമയത്തിന് മുമ്പ്, ഏകദേശം അരമണിക്കൂറുകൾക്ക് മുമ്പ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഈ സീതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ആ ഒരു ആംബുലൻസിൽ തന്നെ ആണ് നിലവിൽ ബിനുവും ഈ ഒരു മൃതസംസ്കാര ചടങ്ങുകൾക്കായി പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിലവിൽ പോലീസ് ഇയാളെ ഈ ഒരു ഡോക്ടറുടെ വിശദമായ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ശേഷം, അതായത് ഈ ഒരു മൃതദേഹ സംസ്കാരത്തിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മറ്റു വിവരങ്ങൾ ലഭ്യമാകൂ. സുബിൻ, നിലവിൽ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ ബിനു, ഇന്നലെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ബിനുവിന്റെ വാക്കുകൾ സംപ്രേഷണം ചെയ്തതാണ്. ഇത് വനത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി എന്ന് തന്നെയാണ് ബിനു നമ്മളോടടക്കമുള്ള മാധ്യമങ്ങളോട് പങ്കുവച്ചത്. പക്ഷേ വളരെ കൃത്യമായി ആശുപത്രി അധികൃതർക്ക് ഈ ബിനു പറയുന്നതിലെ പൊരുത്തക്കേട് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് പോലീസും അതുപോലെ ആശുപത്രി അധികൃതരുമൊക്കെ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായതല്ലേ. അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. വലതുവശത്തെ 6 വാരിയെല്ലുകൾ ഒടിയുകയും ഒരെണ്ണം ശ്വാസകോശത്തിൽ കുത്തിക്കയറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെ അതിക്രൂരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ബിനു പറയുന്നത് ഈ കുട്ടികളുമൊത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയി എന്നാണല്ലോ. ഈ കുട്ടികളുടെ പ്രതികരണം ഏതെങ്കിലും വിധത്തിൽ ലഭ്യമായിട്ടുണ്ടോ? പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. കുട്ടികളുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇനി കുട്ടികൾ ബിനു പറഞ്ഞത് മാത്രമാണ് ഈ കുട്ടികൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് ബിനുവാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൃത്യമായ ഒരു അന്വേഷണം എന്തായാലും പോലീസ് നടത്തേണ്ടതായുണ്ട്. ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഈ കുട്ടികൾ ഒപ്പമുണ്ടെങ്കിൽ അത് അറിയേണ്ടതാണ്. പക്ഷേ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം ഇപ്പോൾ എന്തായാലും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തതയുണ്ടാകൂ. കുട്ടികളിൽ നിന്ന് സമാനമായ മൊഴികളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ബിനുവിനെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്താണ് ഈ പ്രകോപനം ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം കാരണം എന്ത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ, എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്, ഇത്ര ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്തടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബിനുവിനെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ കാരണം എന്ത് എന്നുള്ളത് വ്യക്തമാകൂ. പക്ഷേ ഈ സീത വലിയ രീതിയിലുള്ള അതിക്രമം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മർദ്ദനം ആ ഒരു വനത്തിനുള്ളിൽ വെച്ച് ഏറ്റിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കൃത്യമായി മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശുപത്രിയിലെ ഡോക്ടർക്ക് തോന്നിയ സംശയം, പ്രാഥമിക പരിശോധന അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ തന്നെ തോന്നിയ ചില സംശയങ്ങളാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു സാധ്യതയിലേക്ക് നീങ്ങിയത്. പ്രധാനമായും ഈ കാട്ടാന ആക്രമണം എന്ന് പറയുമ്പോൾ, വന്യമൃഗാക്രമണം എന്ന് പറയുമ്പോൾ ശരീരമാസകലം മുറിവുകൾ ഉണ്ടാകും. തലയ്ക്ക് ചവിട്ടുന്നു എന്ന് പറയുമ്പോൾ തല പൂർണ്ണമായും തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും. മുമ്പ് പല കാട്ടാന ആക്രമണങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷേ ഈ സീതയുടെ കാര്യത്തിൽ ഈ ഒരു വന്യമൃഗാക്രമണത്തിന് സമാനമായ പരിക്കുകൾ ഒന്നും തന്നെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ശരീരത്തിന് പുറമെ മറ്റു പരിക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തലയ്ക്ക് മുഖത്തും ഉണ്ടായിരുന്ന ക്ഷതങ്ങൾ മാത്രമാണ് പുറമെ കാണാനുണ്ടായിരുന്നത്. മറ്റ് ക്ഷതങ്ങൾ ഒന്നും തന്നെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ സംശയത്തിന് വഴിവെച്ചത്. ഈ സംശയത്തിന്റെ പുറത്തു തന്നെയാണ് നിലവിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ ഈ സംശയങ്ങൾ ഉന്നയിച്ച അതേ ഡോക്ടർ തന്നെ ഈ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും പൂർത്തീകരിച്ച് ഈ ഒരു നിഗമനങ്ങൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ ശരിയായിരുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് പ്രാഥമികമായ പരിശോധനകളും. എന്തായാലും തലയ്ക്കേറ്റ ക്ഷതം തന്നെയാണ് ഈ ഒരു മരണത്തിന് കാരണമായിട്ടുള്ളത്. കൂടാതെ വാരിയെല്ലുകൾ ഒടിഞ്ഞു, കൈക്ക് വരിക്കൊണ്ട് ഈ നിലത്ത് വലിച്ചിഴച്ചതിന്റെ പാടുകൾ ശരീരത്തിലുണ്ട്. അത്തരത്തിൽ ഉള്ള തെളിവുകൾ പ്രാഥമികമായി പരിശോധനയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞതോടുകൂടിയാണ് ഇതൊരു വന്യമൃഗാക്രമണമല്ല, കൊലപാതകമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എന്തായാലും ഡോക്ടർമാരുടെ സമയോചിതമായ ഇടപെടലാണ് വലിയൊരു കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറം ലോകത്തേക്ക് അറിയാൻ ഇടയാക്കിയിരിക്കുന്നത്. ഇടുക്കി പീരുമേടിന് സമീപത്തെ വനവാസി സ്ത്രീ സീതയുടെ മരണം കൊലപാതകം തന്നെ, കാട്ടാനാക്രമണത്തിലൂടെയായിരുന്നു മരണം എന്നതായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിൽ ആവുകയും ചെയ്തിരിക്കുകയാണ്. സുബിൻ, ഇപ്പോൾ സുബിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ ആംബുലൻസിൽ തന്നെ ഇയാളുമുണ്ട്, ബിനുവുമുണ്ട്. ഇനി എന്തെല്ലാം നടപടിക്രമങ്ങളാണ് പുരോഗമിക്കാനുള്ളത്? ബിനുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണോ? അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാം?
ബിനുവിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിന് മുമ്പാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ആംബുലൻസിൽ മൃതദേഹം ഈ പ്ലാക്കത്തടത്ത് ഇവർ താമസിക്കുന്ന തോട്ടപ്പുര എന്ന് പറയുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. മലമണ്ടാനം വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ സീത. അതുകൊണ്ട് തന്നെ ഇവരെ വനത്തിനുള്ളിൽ നിന്ന് മാറ്റിയ നിലവിൽ ഈ ഒരു പ്ലാക്കത്തടത്തിന് സമീപം തോട്ടപ്പുര എന്ന് പറയുന്ന ഭാഗത്താണ് താമസിപ്പിച്ചിരുന്നത്. ഇവിടെ ഇത് വനാതിർത്തി മേഖലയാണ്. ഈ വനാതിർത്തി മേഖലയിൽ നിന്നാണ് ഇവർ ഇന്നലെ വനത്തിനുള്ളിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുന്നത്.